ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് 2024 പുരോഗമിക്കുന്നു. ഇനി അധികം ദിവസമൊന്നുമില്ല ഓണത്തിന്, അതുകൊണ്ട് അടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇപ്രാവശ്യവും, അതായത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓമല്ലൂർ സദ്യയാണ്. ഓമല്ലൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സദ്യയാണ്. സ്വാദ് കൊണ്ടും എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ സദ്യയാണ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പുളിശ്ശേരി പല രീതിയിൽ അവിടെ ഉണ്ടാക്കാറുണ്ട്. പൈനാപ്പിൾ മാത്രം ഇട്ടുണ്ടാക്കും, പൈനാപ്പിളും ചേനയും കൂടി ഇട്ടുണ്ടാക്കും, ചേന മാത്രം ഉണ്ടാക്കാറുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇന്ന് പൈനാപ്പിളും ചേനയും കൂടി ചേർന്ന ഒരു പുളിശ്ശേരിയാണ്. സിമ്പിൾ മെത്തേഡ്സ് ആണ്, പക്ഷേ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു രസം. അപ്പോൾ സദ്യവട്ടത്തിൽ രസം പ്രധാനപ്പെട്ട കാര്യമല്ലേ, പുളിശ്ശേരി രസം ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പുളിശ്ശേരിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ചേന ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം ഉണ്ട്. പൈനാപ്പിളും അതുപോലെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി എന്ന് പറയാം. അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് വരെ ആകാം. അത് കുറച്ച് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും ആദ്യം വേകാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നു. 1 ലിറ്റർ വെള്ളം, ഏകദേശം ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. നമ്മുടെ കൽച്ചട്ടിയിൽ തന്നെ വേവിക്കാം. കാര്യം വേകാനായിട്ട് ഏറ്റവും എളുപ്പം കൽച്ചട്ടിയിലാവുമ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വേകും. അപ്പോൾ വെള്ളം ഒഴിക്കട്ടെ. ഇത് 4 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചാണ്. 1 ലിറ്റർ വെള്ളം. ഇനി അതിനകത്തേക്കാണ് ചേനയും, നല്ല വേകുന്ന ചേനയാണെങ്കിൽ പെട്ടെന്ന് വേകും. ഇതിപ്പോൾ പൈനാപ്പിൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം പച്ചമുളകും കൂടി ചേർക്കണം. അത് മുറിച്ചിടാം. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ചേന ആദ്യം, അതിൻ്റെ കൂടെ പൈനാപ്പിൾ. 5 പച്ചമുളക് 2ആയിട്ട് പുലർന്നതാണ്, അതും കൂടി ഇടുന്നു. ചേനയെല്ലാം പെട്ടെന്ന് വേകാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. അല്പം വെളിച്ചെണ്ണ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായി വരട്ടെ. ഈ സമയം കൊണ്ട് തേങ്ങ അരച്ച് വയ്ക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വയ്ക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ആകാം. ഒരു പകുതി വേഗമായിട്ടുണ്ട്. ഫുള്ളായിട്ട് വേകട്ടെ. ഉരുളി നല്ല ചൂടായി. ഇതിലേക്ക് കുറച്ച് ഏറെ വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നു. ഇത് ഞാൻ എന്തായാലും ഒരു ഓമല്ലൂർ സ്റ്റൈലല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാനും ഒന്ന് കൂട്ടിയിട്ടുണ്ട്. സ്വാദ് അതുപോലെ കൂടും കേട്ടോ. 1 ടീസ്പൂൺ കടുക് നല്ല പൊട്ടട്ടെ. അതുപോലെ 1 ടീസ്പൂൺ ജീരകം, മുഴുവനായിട്ട് നല്ല ജീരകം ചേർക്കുന്നു. ഞാനിത് പൊടിച്ചല്ല ചേർക്കുന്നത്, വറുത്ത് പൊടിച്ചല്ല, അല്ലാണ്ട് വറുത്ത് പൊടിച്ചിട്ടാലും ഓക്കെയാണ്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക്, കുറച്ചേറെ കറിവേപ്പില. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാം. വെന്ത് കലങ്ങരുത്, തൊട്ടാൽ മതി. നല്ലതായിട്ട് പ്രസ്സാകുന്നുണ്ട്. ഇത്ര ആവശ്യമുള്ള 1/2 ലിറ്റർ വെള്ളം ബാക്കിയും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വേവിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ വറവലിലേക്ക് മാറ്റുന്നു. അതായത് പൈനാപ്പിൾ ആൻഡ് ചേന, അതിൻ്റെ വെള്ളത്തോടുകൂടി, ആ ചാറോടുകൂടി ഒഴിക്കുന്നു. ഇനി ആ വറവലിൻ്റെ കൂടെ കിടന്നിട്ട് ഒരു തള തിളയ്ക്കട്ടെ. അപ്പോൾ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാം ഇതിനകത്തേക്ക് വരും. കുറച്ച് ഉലുവയും കൂടി ഇട്ട് വേണമെങ്കിലും താളിക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. വീണ്ടും നന്നായി തിളയ്ക്കുന്നു. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് തേങ്ങ പേസ്റ്റ് പോലെ അരച്ചത് ചേർക്കും. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യാം. ഈ അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കിയാൽ മതി. അതായത് ആ ഒരു പച്ച ചുവയൊക്കെ മാറിയാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഉരുളി നല്ല ചൂടായി കിടക്കുവാണല്ലോ. ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നു. ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്, പൈനാപ്പിളിൻ്റെ മധുരമുണ്ട്. ഇനി ഇതിന് നമ്മൾ തൈര് ചേർക്കും. പക്ഷേ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഇത് കാണുമ്പോൾ തണുക്കട്ടെ. ഇച്ചിരി ഒന്ന് തണുത്ത് ഈ ഉരുളിയുടെ ചൂടൊക്കെ പോകണം. അന്ന് നന്നായിട്ട് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തൈരും കൂടി ചേർക്കാം. തൈര് നന്നായിട്ട് ഉടച്ച് ചേർക്കാം. അപ്പോൾ ഓമല്ലൂർ പുളിശ്ശേരിയും ഏകദേശം റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് തൈര് മാത്രം ഒഴിച്ചാൽ മതി. തൈര് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. 1/2 ലിറ്റർ വരെ ഒഴിക്കാം ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതായത് 2 കപ്പ് തൈര് ഉടച്ച. ഇതിലിപ്പോൾ കുറച്ച് ചാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല കട്ടി തൈര് തന്നെ നമുക്ക് ഒഴിക്കാം.
ഒരുപാട് ലൂസായിട്ട് വേണ്ട. വീടുകളിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഒരു സദ്യക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു കുറുകിയ രീതിയിൽ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ. ഇതേ നോക്കിയാൽ ഇതാണ് കൺസിസ്റ്റൻസി. ഇപ്പോൾ തൈര് ഒഴിക്കുന്നതിന് മുന്നേ തൈരും കൂടി ഒഴിക്കുമ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം ഒരു കുറുകലൊക്കെ ഉണ്ട്. ഇത് നോക്കിയേ, കണ്ടില്ലേ? അപ്പോൾ പൈനാപ്പിൾ ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, അതുപോലെ ചേനയുടെ പീസും ഉടഞ്ഞ് കലങ്ങിയൊന്നും പോയിട്ടില്ല. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് 2 കാര്യങ്ങൾ. പച്ചമുളകിൻ്റെ എരിവെല്ലാം കാര്യമായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. സാധാരണയായിട്ട് ചേന ചേർക്കുന്നത്, ചേനയും കായും ഒക്കെ നമ്മൾ കാളനിൽ ചേർക്കുമല്ലോ. അപ്പോൾ പുളിശ്ശേരിയിൽ ചേർക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നിർബന്ധമില്ല, ചില പുളിശ്ശേരിയിൽ പൈനാപ്പിൾ മാത്രമാണ്, ചില പൈനാപ്പിൾ ചേനയും പൈനാപ്പിളും കൂടി. അതെന്താ വെച്ചാൽ ഒരുപാട് പുളിയുള്ള തൈരൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ, പുളിയുള്ള കുറുകിയ മോരോ തൈരോ ചേർക്കുകയാണെങ്കിൽ, ചേന ചേർക്കുകയാണെങ്കിൽ പുളി കുറേ അത് ചേന പിടിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു പുളി കുറച്ച് കൊടുക്കും. അങ്ങനെ അതിൻ്റെ ഒരു സയൻസ് കൂടി ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. പുളിശ്ശേരിയുടെ കൂട്ട് പാകത്തിന് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈര് കൂടി ചേർക്കാം, ഉടച്ച തൈര്. പുളിശ്ശേരി നല്ല കുറുകിയ പുളിശ്ശേരിയായിട്ട് ഈ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇച്ചിരിയൊക്കെ പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചേനയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, അത് പിടിക്കും. ഞാൻ ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഇനി ഇത് രണ്ടാമതൊരു താളിപ്പില്ല കേട്ടോ, ആ താളിപ്പ് തന്നെയാണ്. അടിപൊളി. ഉപ്പൊക്കെ ഉണ്ട്. സാധാരണ മധുരമൊന്നും ചേർക്കാറില്ല എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ പൈനാപ്പിളിൻ്റെ ഒരു പുളിയും മധുരവും ഒക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇച്ചിരി മധുരം വേണമെങ്കിൽ അത്രേ ഉള്ളൂ. എൻ്റെ കുറുകൽ നോക്കോളൂ. ഇതാണ് പാകം. ഇലയിലേക്ക് ഒഴിക്കുമ്പോൾ, ചോറിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല കുറുകിയ പുളിശ്ശേരി, ചേനയും പൈനാപ്പിളും ചേർന്ന പുളിശ്ശേരി. ഉപ്പൊക്കെ പാകത്തിനാണ്, എല്ലാം ഓക്കെയാണ്. കാണുമ്പോൾ അറിയില്ല എന്താ ടേസ്റ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ കഴിഞ്ഞു, പുളിശ്ശേരി. ഓമല്ലൂർ സദ്യയുടെ സ്പെഷ്യൽ പുളിശ്ശേരി. ഇനി ഓമല്ലൂർ സ്പെഷ്യൽ രസം, സദ്യ രസം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് രസ പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചില്ല, ഹോം മെയ്ഡ്. അത് വേറൊരു സ്റ്റൈല്. ഇത് അല്ലാണ്ട് ഡയറക്റ്റായിട്ട് രസപ്പൊടിയൊന്നും ഇടാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന രസം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളി എടുത്ത് വെക്കണം. നമ്മുടെ ഗോൾഡൻ ഉരുളി. ഗോൾഡൻ ഉരുളി വരുമ്പോൾ തന്നെ ഒരു ഫെസ്റ്റീവ് മൂഡാണ്. ഗോൾഡൻ ഉരുളി. ഓണം, വിഷു അങ്ങനെയൊക്കെയുള്ള സമയത്തല്ലേ നമ്മുടെ ഉരുളിയൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് കുറച്ച് തോരൻ പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കണം. ഇതൊരു 1/4 കിലോ ഉണ്ടായിരുന്നു ഏകദേശം. ഉടച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. ഈ രസത്തിൽ ഇങ്ങനെ പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന രസമാണ്. മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതല്ലേ നമുക്ക് രണ്ടാമത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ച് ഉടച്ചതാണ്. ഇതിന് ഉരുളിയിലേക്ക് മാറ്റും. ഇനിയും വെള്ളം വേണം, കുറച്ചുകൂടി ഒഴിക്കുന്നു. അപ്പം ഏകദേശം ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ രസത്തിന് 2 കാര്യങ്ങൾ ചതച്ചിടണം. ഒന്ന് കുരുമുളക്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചതും, പിന്നെ ഒരു ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ചതച്ചിടുക എന്നാണ് പറഞ്ഞത്. ഇത് കുരുമുളകാണ്. ഈ കുരുമുളകിൽ നിന്നുള്ള എരിവാണ് രസത്തിന് കിട്ടുന്നത്. അത് കണക്കാക്കിയിട്ടാണ് വേണ്ടത്. ചതച്ച കുരുമുളക്, അതിനോടൊപ്പം വെളുത്തുള്ളി. അങ്ങനെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. സാമ്പാർ പരിപ്പ്, തോരൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചാൽ രസം ഈസി ആയിട്ട് ഉണ്ടാക്കാം. ചതച്ച കുരുമുളകും വെളുത്തുള്ളിയും ഒരു സൈഡിൽ വെക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ വാളൻ പുളി
ഇതൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിരുന്നു, കുതിരാനിട്ടിരിക്കുമായിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് ഈ പരിപ്പിൻ്റെ കൂടെ ചേർക്കും. നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ, അതാണ് കണക്ക്. ഇനി പരിപ്പിനോടൊപ്പം വെന്തുടഞ്ഞല്ലോ, അതിനകത്തേക്ക് ഇപ്പോൾ 4 കപ്പ് വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പമാണ് പുളിവെള്ളം കൂടി ഒഴിക്കാൻ പോകണം. കുറച്ചുകൂടി ഒന്ന് ലൂസാകണം, അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു പുളിവെള്ളം. ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ പുളി പിഴിഞ്ഞെടുത്തതാണ്. ഇനി ടൊമാറ്റോ, ഇതൊരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ഉണ്ടായിരുന്നു. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളി മിശ്രിതം ചേർക്കും. അപ്പോൾ ഈ എരിവ് കിട്ടുന്ന ഈ കുരുമുളകിൽ നിന്നാണ്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിൽ കിടന്ന് ടൊമാറ്റോ ഒക്കെ ഒന്ന് വേകണം, ആ തിളയിൽ കിടന്നിട്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്തു, തിളയ്ക്കട്ടെ. അപ്പോൾ ടോട്ടലായിട്ട് ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം, പിന്നെ ഒരു 1.25 കപ്പോളം പുളിവെള്ളം, ഇനി ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർക്കുന്നു. 6 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞു. 1/4 കപ്പ് തോരൻ പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പാണ് വേവിച്ചുടച്ച് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നിറച്ച കുരുമുളക് ചതച്ചതും, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, ഏകദേശം ഒരു 8-10 അല്ലി വെളുത്തുള്ളി തന്നെ ഉണ്ടായിരുന്നു, ചതച്ചെടുത്തു. 3 ടൊമാറ്റോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് ടൊമാറ്റോ ഒന്ന് വാടി ഒന്ന് വേകണം. പുളി ഓവറാകാതെ നോക്കണം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ടൊമാറ്റോയുടെ പുളിയും കൂടി ഇറങ്ങുമല്ലോ വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇച്ചിരിയോടെ ഉപ്പ് ചേർക്കുകയാണേ, കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ രസം എന്ന് പറഞ്ഞത് ഒരു 1.5 രസം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മണവും രുചിയുമാണ് ഈ രസത്തിന്. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ ഒക്കെ വെന്ത് തുടങ്ങി, ഇതേ നോക്കിയേ, ഒന്ന് വാടി വെന്തിട്ടുണ്ട്. എനിക്ക് ഈ ചൂടി കിടന്ന് കുറച്ചുകൂടി അങ്ങ് ഉടയും. ഇത്രയും മതി, ആവശ്യത്തിന് വെന്തു. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നു, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഇല്ലാതെ എന്ത് രസം, കായം രസത്തിന് മസ്റ്റ് അല്ലേ. എന്താ ടേസ്റ്റ് അറിയോ, ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന കാണുമ്പോൾ ഒരു മട്ടൺ സൂപ്പൊക്കെ തിളയ്ക്കുന്ന ഫീലാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. നമ്മുടെ സദ്യയുടെ, ഓമല്ലൂർ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ലാസ്റ്റ് വരുന്ന മോരിന് തൊട്ട് മുമ്പ് വരുന്നതാണല്ലോ ഒരു രസം. കാണാൻ തന്നെ എന്ത് ഭംഗിയാ. തീരെ ലൂസല്ല കണ്ടോ, അത്യാവശ്യം ഒരു കൊഴുപ്പൊക്കെ ഉണ്ട്. നല്ല രസം കാണാനും കഴിക്കാനും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണു. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ധാരാളം മല്ലിയില വേണമെങ്കിലും ഇടാം, പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില സ്റ്റോക്കില്ല, സോറി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മല്ലിയിലയും കൂടി ഇട്ടുള്ളൂ. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷെ ഇതിങ്ങനെ വെറുതെ ഒരു സൂപ്പ് പോലെ കുടിക്കാൻ തന്നെ എന്താ ടേസ്റ്റ് എന്ന് പറയുക, രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഏതാണ്ട് മത്ത് പിടിച്ചിരിക്കുമെന്ന് പറയാം. ചൂടാ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ളൊരു രസം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അത്ര ടേസ്റ്റുള്ള രസമാണ്. രസം ഈസ് രസം. എന്ത് രസമാണ് രസം എന്ന് പറയില്ലേ, അതാണ് ഓമല്ലൂർ സദ്യയുടെ സ്പെഷ്യൽ രസം. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം, ഗംഭീരമാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് മറക്കണ്ട, ഓമല്ലൂർ സദ്യയുടെ ഈ രസം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഓമല്ലൂർ സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഗംഭീരം തന്നെയാണ്. സാമ്പാർ, പിന്നെന്താ, രസം, കൂട്ടുകറി, അവിയൽ, തോരൻ, മധുരപ്പച്ചടി, ഏതാ മാറ്റി നിർത്താൻ പറ്റുന്നത്, എല്ലാം എന്താ പറയുക, ഒന്നിനൊന്നും മെച്ചം. പിന്നെ പായസവും അതുപോലെ വ്യത്യാസമാണ്, കുറച്ചൊക്കെ അടപ്രഥമനും ഒക്കെ ചെറിയ മാറ്റമുണ്ട്. പായസം വരുന്നേ ഉള്ളൂ കേട്ടോ, എനിക്കിങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുപോവാണ് ഞാൻ. എനിക്കിനി പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പിന്നെ ഓലൻ, നമ്മളത് കണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇപ്രാവശ്യം ചെയ്യാൻ നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലൊരു രസമാണ് ഈ സദ്യയിൽ ഇത് ഏറ്റവും അവസാനമാണ് വരുന്നത്. പിന്നെ പച്ചമോരും വരും. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ
ചോറിന് ഇത് മാത്രം മതി. ഇതിനോടൊപ്പം പപ്പടവും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത്യാവശ്യം സ്പൈസിയാണ്, ആവശ്യത്തിന് പുളി, കൂടുതലൊന്നുമല്ല, ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തു. ഇപ്പം എല്ലാം കൂടി ചേർത്ത് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ടോട്ടൽ പുളി വെള്ളവും അല്ലാത്ത പരിപ്പിൻ്റെ കൂടെയുള്ള വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട്, പിന്നെ ടൊമാറ്റോ ഒരു 3 എണ്ണമാണ് ചേർത്ത്. അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ കണക്ക്. നിറച്ച് വെളുത്തുള്ളി, കുരുമുളക്, ആ കുരുമുളകൊക്കെ പാകമായിരുന്നു, എല്ലാം കറക്റ്റ്. മഞ്ഞൾപ്പൊടി, മല്ലിയിലയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇഷ്ടമല്ല അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ച നമ്മുടെ ഓമലൂർ സദ്യവട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട വേറെ 2 കാര്യങ്ങളാണ് പുളിശ്ശേരി, പൈനാപ്പിൾ ചേന പുളിശ്ശേരിയും അതുപോലെ രസവും. അപ്പം ഇനി ഈ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് വർണ്ണിച്ചു കഴിഞ്ഞു. അത്ര രസമാണ്, അത് ഗംഭീരമാണ്. അപ്പം ഇനി തീർന്നിട്ടില്ല നമ്മുടെ ഓണം സീരീസ്. അപ്പോൾ ഇതും തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.